ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പഠിപ്പിച്ച വീഡിയോ ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണം, യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനിക്ക് കഴിയും, എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പാടാം, എനിക്ക് ആടാം, അവന് പഠിക്കാം, അല്ലെങ്കിൽ അവൻ അത് ചെയ്യാം, അവൻ ഇത് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയില്ല. ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനൊരു സിമ്പിൾ വേർഡ് അറിഞ്ഞാൽ മതി. ആ സിമ്പിൾ വേർഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഏതാണെന്നല്ലേ ആ വേർഡ്? ആ വേർഡാണ് ക്യാൻ. ഓക്കെ, ക്യാൻ. ഓക്കെ, അപ്പോൾ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ക്യാൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, എനിക്കത് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചില സമയത്ത് പറയൂലേ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. നിനക്കത് ചെയ്യാൻ പറ്റൂടാ, നിനക്കത് ചെയ്യാൻ സാധിക്കൂടാ. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, നിനക്കത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ പറയുക? ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, എങ്ങനെയാണ് പറയുക? ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പം നിനക്കത് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് പറയുക? വെരി സിമ്പിൾ, you can do it. Okay, you can do it. Okay, ഇനി നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാ പറയാ? we can do it. Okay, എങ്ങനെയാ പറയാ? we can do it. അവർക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് കൂട്ടുകാരൻ ചോദിക്കണം, എടാ അവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റുമോ, അവരെ കൊണ്ട് അത് സാധിക്കുമോ? അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ടീമിന് അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും, ആ കാര്യത്തെക്കുറിച്ചായിരിക്കും ഇവർ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയണം ദേ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അവർക്കത് ചെയ്യാൻ സാധിക്കും. ദേ ക്യാൻ ഡു ഇറ്റ്, അവർക്കത് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ഡാൻസ്, ദേ ക്യാൻ ഡു ഇറ്റ്, അവർക്കത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയണം. ദേ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ 7 പേഴ്സണൽ പ്രൊനൗൺ ഏതൊക്കെയാണ്? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഓക്കെ, ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഒപ്പം ക്യാൻ ചേർത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ക്രിയ കൂടെ ചേർത്താലുണ്ടല്ലോ സംഗതി സിമ്പിളാണ്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ഹീയിലേക്ക് വരാം. അവന് ചെയ്യാൻ സാധിക്കും. എങ്ങനെ പറയാം? ഹീ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഹീ ക്യാൻ ഡു ഇറ്റ്. അവൾക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെ പറയാം? ഷീ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അവൾക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ചെയ്യാൻ സാധിക്കും. എങ്ങനെ പറയാം? ഇറ്റ് ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ടാമതൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ 7 പേഴ്സണൽ പ്രൊനൗണും വെച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. രണ്ടാമത് ഇങ്ങനെയാണ്, എനിക്ക് പാടാൻ കഴിയും. ഓക്കെ, എനിക്ക് പാടാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് നിന്നെക്കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം എനിക്ക് പാടാൻ കഴിയും, എനിക്ക് പാടാൻ പറ്റും എന്ന് പറയാം. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ ക്യാൻ സിങ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പേഴ്സണൽ പ്രൊനൗൺസ് വെക്കുക, ക്യാൻ ഉപയോഗിക്കുക, നമ്മൾ ചെയ്യുന്ന ക്രിയ കൂടെ വെക്കുക. എങ്ങനെയാ? ഐ ക്യാൻ സിങ്. ഓക്കെ, ഐ ക്യാൻ സിങ്. ഓക്കെ, ഐ ക്യാൻ സിങ്. നിനക്ക് പാടാൻ കഴിയുന്ന എങ്ങനെയാ പറയാ? യു ക്യാൻ സിങ്. ഓക്കെ, യു ക്യാൻ സിങ്. ഇനി നമുക്ക് പാടാൻ കഴിയുന്ന എങ്ങനെയാ പറയാ? വി ക്യാൻ സിങ്. ഓക്കെ, വി ക്യാൻ സിങ്. അവർക്ക് പാടാൻ കഴിയുന്ന എങ്ങനെയാ പറയാ? ദേ ക്യാൻ സിങ്. ഓക്കെ, ഇനി അവന് പാടാൻ കഴിയുന്നോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്ന് ട്രൈ ചെയ്യുന്നേ. ഓക്കെ, റെഡി? ഹീ ക്യാൻ സിങ്. ഓക്കെ, ഹീ ക്യാൻ സിങ്. അവൾക്ക് പാടാൻ കഴിയും. എങ്ങനെ പറയും? ഷീ ക്യാൻ സിങ്. ഓക്കെ, അതിന് പാടാൻ കഴിയും. ഓക്കെ, ചിലപ്പോൾ നല്ലൊരു കിളിയായിരിക്കും, നല്ലൊരു പക്ഷിയായിരിക്കും. നമ്മൾ പറയണം അതിന് പാടാൻ കഴിയും കേട്ടോ എന്ന് പറയണത് എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ സിങ്. ഓക്കെ, ഇറ്റ് ക്യാൻ സിങ്. ഓക്കെ, ഇനി എനിക്ക് ആ കാർ ഓടിക്കാൻ കഴിയും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് പറഞ്ഞു നോക്കിക്കേ. ഐ ക്യാൻ ഡ്രൈവ് എ കാർ. ഓക്കെ, ഐ ക്യാൻ ഡ്രൈവ് എ കാർ. ഓക്കെ, നിനക്കൊരു കാർ ഓടിക്കാൻ കഴിയുന്നു. യു ക്യാൻ ഡ്രൈവ് എ കാർ. ഓക്കെ, അപ്പോൾ അയ്യോവിധ വെച്ചിട്ട് ഞാൻ ഒറ്റ അടിക്കങ്ങ് പറഞ്ഞു തരാം. അപ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഐ ക്യാൻ ഡ്രൈവ് എ കാർ. യു ക്യാൻ ഡ്രൈവ് എ കാർ. വി ക്യാൻ ഡ്രൈവ് എ കാർ. ദേ ക്യാൻ ഡ്രൈവ് എ കാർ. ഹീ ക്യാൻ ഡ്രൈവ് എ കാർ. ഷീ ക്യാൻ ഡ്രൈവ് എ കാർ. ഇറ്റ് ക്യാൻ ഡ്രൈവ് എ കാർ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കൊരു സാധനം ചെയ്യാൻ കഴിയും, എനിക്ക് പാടാൻ കഴിയും, എനിക്ക് ആടാൻ കഴിയും എന്നൊക്കെ പറയാനായിട്ട് ഇതൊരു എളുപ്പമല്ലേ, ഇതൊരു സിമ്പിളാണ് അല്ലേ? ഇനി നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാണ്, ഒരു സിമ്പിൾ ചെറിയ ഒരു ഹോംവർക്ക്. എനിക്ക് എൻ്റെ ടീമിനെ സഹായിക്കാൻ കഴിയും. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ഐ ക്യാൻ ഹെൽപ്പ് ദ ടീം. ഓക്കെ, എൻ്റെ ടീമിനെ എനിക്ക് സഹായിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് ദ ടീം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഫോംസുകൾ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ഇനി എനിക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം കേട്ടോ.
എന്താണെന്നറിയോ, ക്യാനിൻ്റെ കൂടെ ഒരു നോട്ട് കൂടെ വെച്ചാൽ മതി. ഓക്കെ, എനിക്ക് പാടാൻ കഴിയില്ല എന്ന് എങ്ങനെയാ പറയാ? ഐ കനോട്ട് സിങ്. ഓക്കെ, ഐ കനോട്ട് സിങ്. വളരെ ഷോർട്ട് ആക്കിയിട്ട് പറയാം, ഐ കാൺട്ട് സിങ്. ഓക്കെ, കനോട്ടിനെയാണ് നമ്മൾ കാൺട്ട് എന്ന് പറയുക. ഐ കാൺട്ട് സിങ്. ഓക്കെ, ഐ കാൺട്ട് സിങ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ പറയാം, ഐ കാൺ ഡ്രൈവ് എ കാർ. ഓക്കെ, എനിക്കൊരു കാർ ഓടിക്കാൻ കഴിയില്ല. ഓക്കെ, എന്നെ കൊണ്ട് അത് കഴിയില്ല. ഐ കാൻ ഡു ദാറ്റ്. ഓക്കെ, ഐ കാൻ ഡു ദാറ്റ്. ഓക്കെ, ഇനി എന്നെ കൊണ്ട് എൻ്റെ ടീമിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഐ കാൺ ഹെൽപ്പ് മൈ ടീം. ഓക്കെ, അപ്പോൾ ക്യാനിൻ്റെ കൂടെ ഒരു നോട്ട് കൂടെ ചേർത്ത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണൽ പ്രൊനൗണിൻ്റെ കൂടെ ഒരു ക്യാൻ പ്ലസ് നോട്ട് പ്ലസ് ആക്ഷൻ വേർഡ് ഉപയോഗിച്ചാൽ എനിക്ക് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല എന്നായി. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഹോംവർക്കിലേക്ക് വരാണ്. നേരത്തെ പറഞ്ഞ പോലെ ഐ ക്യാൻ ഹെൽപ്പ് മൈ ടീം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബാക്കി യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് ഇങ്ങനെ 6 പേഴ്സണൽ പ്രൊനൗണിൻ്റെ കൂടെ ഈ സെയിം സെൻറ്റൻസ് ചേർത്ത് വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഒപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1-on-1 ആയിട്ട് പേഴ്സണൽ കോച്ചിങ് അവൈലബിൾ ആണ് നമ്മുടെ കൂടെ. നമ്മളുടെ പേഴ്സണൽ ട്രെയിനറുടെ അടുത്ത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് ആരും അറിയാതെ വളരെ സിമ്പിളായിട്ട് കിഡിലനായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.